ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഈ കഥ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് കാവ്യ, 20 വയസ്സുണ്ട്, കോളേജിൽ പഠിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യഥാർത്ഥ അനുഭവങ്ങളാണ്. എനിക്ക് എൻ്റെ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ്. അതിലൂടെ കിട്ടുന്ന സുഖം നന്നായി ആസ്വദിച്ചിരുന്നു. എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് ഈ ശീലം തോന്നിയത്. ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പാല് കൊണ്ടുവന്നു തരുന്ന ആളെ ശ്രദ്ധിച്ചു. ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകും, കറുത്തു തടിച്ച ഒരു മനുഷ്യൻ. ഒരിക്കൽ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് രാവിലെ ഞാൻ ഒരു നൈറ്റി എടുത്ത് ധരിച്ചു. വെള്ള നിറമുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു നൈറ്റി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ നന്നായി നിഴലടിക്കുമായിരുന്നു. ഞാൻ എൻ്റെ അടിവസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റി, എന്നിട്ട് നൈറ്റി എടുത്ത് ധരിച്ചു. ഞാൻ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നോക്കി. വെള്ള നൈറ്റിയിലൂടെ എൻ്റെ എല്ലാം നന്നായി കാണാനുണ്ട്. എനിക്ക് തൃപ്തിയായി. പാൽക്കാരൻ വരുന്നതും നോക്കി ഞാനിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കോളിംഗ് ബെല്ല് കേട്ടു. ഞാൻ ഓടിപ്പോയി നോക്കി. അപ്പോൾ അത് എൻ്റെ അമ്മയായിരുന്നു. അമ്മ എന്നെ ഈ വേഷത്തിൽ ഒരു നോട്ടം നോക്കി. ഞാൻ ആകെ പേടിച്ചു പോയി. അമ്മ ഒരുപാട് ചീത്തയും പറഞ്ഞ് എന്നെ റൂമിലേക്ക് വിട്ട് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറി വന്നു. അപ്പോഴുണ്ട് അടുത്ത കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അത് കേട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആ പാൽക്കാരൻ. അങ്ങനെ അയാളുടെ അടുത്ത് നിന്ന് ഞാൻ പാൽ വാങ്ങി റൂമിലേക്ക് പോയി. ഞാൻ ഭയങ്കര സങ്കടത്തിലായി. കാരണം ഞാൻ അത്രയ്ക്ക് ആശിച്ചിട്ടാണ് ആ നൈറ്റ് ഇട്ടത്. അപ്പോഴേക്കും അമ്മ വന്നു. ഈ അമ്മയെ കൊണ്ട് എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് ഞാൻ പിറുപിറുത്തു. അങ്ങനെ പിറ്റേന്നായി. അമ്മയുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ അമ്മ പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാമെന്ന്. എന്നാൽ ശരി, ഇന്നലത്തെ പോലത്തെ ഡ്രസ്സൊന്നും ഇട്ട് ഇരിക്കരുത്, ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ല് അടിച്ചാൽ പോയി ഡോർ തുറന്നു കൊടുക്കാനുള്ളതാ എന്നും പറഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ അമ്മ പോകുന്ന തക്ക നോക്കിയിരുന്നു. അമ്മ പോയതും ഞാൻ വേഗം പോയി ഇന്നലെ ഇട്ട നൈറ്റി എടുത്തിട്ട് അടിവസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റി. പാൽക്കാരനെ വെയിറ്റ് ചെയ്തിരുന്നു. പാൽക്കാരൻ വന്നിട്ട് വേണം എന്ന് വിചാരിച്ച് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട്. ഞാൻ വേഗം പോയി വാതിൽ തുറന്നു. അത് പാൽക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കണ്ടതും അയാൾ അടിമുടി ഒന്ന് നോക്കി. നൈറ്റിയിൽ എന്തൊക്കെയോ ആൾക്ക് നന്നായി കാണാൻ സാധിക്കുമായിരുന്നു. എന്നെ നോക്കി അയാൾ വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് എന്തൊക്കെയോ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. എൻ്റെ ശരീരം അയാൾക്ക് നന്നായി കാണാമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പാൽ വാങ്ങിച്ച് അകത്തേക്ക് പോയി. അന്ന് രാത്രി ആ സംഭവം ഓർത്ത് ഞാൻ സ്വയം ചെയ്തു. പിറ്റേ ദിവസം രാവിലെയും വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് മുഴുവൻ ഊരിയിട്ടു. എന്നിട്ട് ഒരു തോർത്തുമുണ്ട് എടുത്ത് വലിച്ചു കെട്ടി. എൻ്റെ പകുതിയും പുറത്തായിരുന്നു. കഷ്ടിച്ച് ഒരു കാൽമുട്ടിൻ്റെ അത്രയും നീളമുള്ള ഒരു തോർത്തുമുണ്ട്. കോളിംഗ് ബെല്ല് കേട്ടു. ഞാൻ ചെന്ന് വാതിൽ തുറന്നു. എന്നെ കണ്ടതും അയാൾ ഞെട്ടുന്നത് ഞാൻ കണ്ടു. സുന്ദരിയായ ഒരു കിളുന്തു പെണ്ണിനെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പാല് വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ ദേഹത്തുള്ള തോർത്തിൽ പതുക്കെ പിടിച്ചു വലിച്ചു. പെട്ടെന്നത് കെട്ടഴിഞ്ഞ് താഴേക്ക് വീണു. ഞാൻ എൻ്റെ അരക്കെട്ടിൽ വെച്ച് തോർത്തിൽ പിടിച്ചു. അതായത് എൻ്റെ അരയ്ക്ക് മുകളിൽ ഇപ്പോൾ ഒന്നുമില്ല, അത് നഗ്നമാണ്. അത് കണ്ടതും അയാൾ എന്നെ കൊതിയോട് നോക്കുന്നു. ഇതെല്ലാം കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അയാൾക്ക് എന്നെ വിട്ട് പോകാൻ തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നി. എന്നാലും അയാൾ ഇത്രയും സുന്ദരിയായി എന്നെ കണ്ടിട്ട്, അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടും അയാൾ എന്തേ പെട്ടെന്ന് പോയി എന്ന് ഒരുപാട് ആലോചിച്ചു. പിന്നെ എനിക്ക് എന്തോ വീണ്ടും വീണ്ടുമായി ചിന്തിക്കാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഗ്ലാമർ കുറവ് കൊണ്ടാണോ അതോ അയാൾക്ക് പേടിയായത് കൊണ്ടാണോ ഞാനൊരു സുഖം അവിടെ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല.
അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ഒരു ഗ്രാമത്തിലായിരുന്നു വീട്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. ബസ്സിൻ്റെ തിരക്ക് കാരണം ബാക്കിലെത്തി. അപ്പോൾ അവിടെ ഒരാൾ എന്നെ എന്തോ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 30 വയസ്സ് പ്രായം, അത്രയേ ഉള്ളൂ. അയാൾ എന്നിൽ എന്തോ ഉരയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ചുറ്റും നോക്കി, ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തെന്നാൽ ബസ്സിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അയാൾ സുഖിപ്പിക്കുകയല്ലേ, അങ്ങനെ സുഖിപ്പിച്ചിട്ടേ ഞാൻ കരുതി. അയാൾ നല്ല രീതിയിൽ സുഖിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയോ തോന്നി. അയാൾ ഉരയ്ക്കൽ സ്പീഡിലാക്കുന്നുണ്ട്. ഓ, എൻ്റെ അരക്കെട്ടിലൊരു സ്ഫോടനമുണ്ടായി. എന്തൊക്കെയോ പൊട്ടി ഒഴുകി. എൻ്റെ ചുരിദാറിൻ്റെ പാൻറ് മുഴുവൻ നനഞ്ഞു. ആ സുഖം കൊണ്ട് ഞാൻ തളർന്നുപോയി. എന്നാലും അയാളുടെ കൈകൾ എൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്, എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായിരിക്കുന്നു. ഞാൻ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണിൽ എന്തൊക്കെയോ കത്തുന്നത് ഞാൻ കണ്ടു. ഞാൻ തിരക്കിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങി. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. എൻ്റെ പുറകിൽ നിന്നിരുന്ന ആളും സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ തറവാട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട്. ഗ്രാമമായതുകൊണ്ട് വഴിയിൽ ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അയാളും എൻ്റെ പുറകെ തന്നെയുണ്ട്. അയാൾ എങ്ങോട്ടാണ് വരുന്നതെന്ന് ഞാൻ അതിശയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വഴിയുടെ ഇരുവശവും വലിയ കാടുകളുള്ള ഭാഗത്തേക്ക് എത്തി. പെട്ടെന്ന് അയാൾ സൈഡിലുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് അയാൾ എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ ചുറ്റും നോക്കി, ആരുമില്ല. എനിക്കാണെങ്കിൽ ആകെ കടിമുടി നിൽക്കുകയുമാണ്. പക്ഷേ എന്നാലും എനിക്കൊരു പേടിയുണ്ട്. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതും ഞാൻ ഒരു അന്യപുരുഷൻ്റെ കൂടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ കടി എന്നെ ഒന്നിനും സമ്മതിച്ചില്ല. അതായത് മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ ആ കുറ്റിക്കാട്ടിലേക്ക് നടന്നു. ഉള്ളിലേക്ക് എത്തിയതും അയാൾ എന്നെ കയറി പിടിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് താല്പര്യമില്ലേ എന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് മടിച്ചു. പിന്നെയും ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ എന്താ? എനിക്ക് നിങ്ങളത് ചെയ്തപ്പോൾ എനിക്കെൻ്റെ കൺട്രോൾ പോയി. പിന്നെ അയാൾ ഒന്നും പറഞ്ഞില്ല. എന്നെ ഒറ്റ പിടിക്കലായിരുന്നു. ആ ഒരു പിടിയിൽ തന്നെ ഞാൻ ഒരുപാട് സുഖങ്ങൾ അറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങ് ചോദിച്ചു. ഒരു പ്രത്യേക തരം സുഖം. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഞാനും അയാളും ആ കുറ്റിക്കാട്ടിൽ കെട്ടിപ്പിടിച്ചു കിടന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.